നമ്മളെപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുള്ളവരെല്ലാം മാറണം, അവർക്ക് മാനസാന്തരം ഉണ്ടാകണം, അവരിലാണ് ചേഞ്ച് വരേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും. പക്ഷേ ദൈവം മറ്റൊരു കാര്യവും കൂടി ഉദ്ദേശിക്കുകയാണ്. ഒരു വ്യക്തിയെ, അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവർ വഴി, അവരുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ വഴി ദൈവം എന്നിൽ ചില മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ മറ്റേ സൈഡ് ചിന്തിക്കാറുള്ളൂ. മറിച്ച് ഒരുപക്ഷെ എന്നെ ക്ഷമ പഠിപ്പിക്കാൻ, എന്നെ എളിമ പഠിപ്പിക്കാൻ, എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കാനായിരിക്കാം എനിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വ്യക്തിയെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതം വളർത്താൻ വേണ്ടിയായിരിക്കാം, അതല്ലെങ്കിൽ എന്നെ ബലപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം. അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം അവരുടെ ആത്മീയ അവസ്ഥയനുസരിച്ച് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ തിന്മയല്ല നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും. അവിടെയും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു പഴയ കഥയുണ്ട്. ഒരിക്കൽ ദൈവം ഒരാൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അവൻ്റെ വീടിൻ്റെ മുമ്പിൽ വലിയൊരു പാറയുണ്ട്. എല്ലാ ദിവസവും രാവിലെ പോയി പാറ തള്ളി നീക്കാനായിട്ട് പരിശ്രമിക്കാനായിട്ട് ദൈവം ആജ്ഞാപിച്ചു. മനുഷ്യൻ എത്ര പിടിച്ച് തള്ളിയാലും അനങ്ങാത്ത വലിയ പാറയാണ്. വെറുതെ കുലുക്കിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. എങ്കിലും ദൈവം പറഞ്ഞാൽ അനുസരിക്കേണ്ട. അതുകൊണ്ട് ഈ മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വീടിൻ്റെ മുമ്പിലുള്ള ഈ പാറ പിടിച്ച് തള്ളാൻ തുടങ്ങി. എത്ര തള്ളിയാലും പാറയ്ക്ക് ഒരു കുലുക്കവുമില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. പാറ അതേപടി ഇരിക്കുന്നു, ഒരു കുലുക്കവുമില്ല. ദൈവം പിന്നെ പ്രത്യക്ഷപ്പെടുന്നുമില്ല. ദൈവം നിർത്താൻ പറഞ്ഞാലല്ലേ നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ മനുഷ്യൻ പാറ പിടിച്ച് മുഴുവൻ ശക്തി സംഭരിച്ച് തള്ളാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ മടുത്തു. കാരണം ഒരു റിസൾട്ടില്ലാത്ത അധ്വാനമാണ്, ഒരു പ്രയോജനമില്ലാത്ത അധ്വാനമാണ്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മടുപ്പായി. എന്താ ചെയ്യാതെ, ഒരു മണ്ടത്തരമാണ് ചെയ്യുന്നതെന്നറിയാം, പക്ഷെ നിർത്താനും പറ്റുന്നില്ല. പറഞ്ഞത് ദൈവമാണ്. അങ്ങനെ മനസ്സുമെടുത്തിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഇത്രയും വലിയ ഈ പാറ ഞാൻ എത്ര പിടിച്ച് കുലുക്കിയാലും അനങ്ങില്ല എന്ന് നിനക്കറിയാൻ പാടില്ലേ? പിന്നെ എന്തിനാ ഈ പ്രയോജനമില്ലാത്ത പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് സങ്കടം ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ഇത്രയും കാലം പാറ പിടിച്ച് തള്ളിയിട്ട് പാറയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിനക്ക് മാറ്റം വന്നിട്ടുണ്ട്. നിൻ്റെ കൈകളിലേക്ക് നോക്കി നിൻ്റെ മസിലൊക്കെ എത്ര ശക്തമായിരിക്കുന്നു, നിൻ്റെ ശരീരം എത്ര കരുത്തുള്ളതായി മാറിയിരിക്കുന്നു. അപ്പം പാറ മാറിയില്ലെങ്കിലും നീ മാറിയിട്ടുണ്ട്, നിൻ്റെ മസിലുകളൊക്കെ ശക്തിയുള്ളതായി മാറി. ഇതാണ് ദൈവം ഉദ്ദേശിച്ചത്. അപ്പം എന്നതുപോലെ ചില മാറ്റാൻ കഴിയാത്ത പാറകളെ പിടിച്ച് തള്ളാനൊക്കെ ആയിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിയോഗങ്ങൾ തരുന്നത് നമ്മുടെ ആത്മീയമായ മസിലുകൾ ശക്തി പ്രാപിക്കാനാണ്. അതെന്തിനാണ്? നിൻ്റെ പിൽക്കാല ജീവിതത്തിൽ നിന്നെ ഏൽപ്പിക്കാൻ പോകുന്ന ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ നിൻ്റെ ആത്മീയ മസിലുകൾക്ക് ശക്തി വേണം. നീ വെറുതെ ഇരുന്നാൽ അന്ന് പ്രശ്നം വരുമ്പോൾ നിനക്കത് ചെയ്യാനുള്ള കരുത്തുണ്ടാകുകയില്ല. അതുകൊണ്ട് ദൈവം മുൻകൂട്ടി നിന്നെ ട്രെയിൻ ചെയ്യുകയാണ്, നിൻ്റെ ആത്മീയമായ മസിലുകൾ ബലം പ്രാപിക്കാൻ. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നും യാദൃച്ഛികമല്ല, ഒന്നിനും അർത്ഥമില്ല എന്ന് ചിന്തിക്കരുത്. നമുക്ക് അർത്ഥം കാണാൻ കഴിയാത്ത സാഹചര്യങ്ങളും അനുഭവങ്ങളും ദൈവം നമുക്ക് അനുവദിച്ചു തരുന്നത് വളരെ വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ സാഹചര്യങ്ങളെല്ലാം സ്വീകരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവമേ, അവയെ മാറ്റുന്നതിന് മുമ്പ് എന്നെ മാറ്റണമേ എന്ന് കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അവയിലൂടെ എന്നിലെന്ത് മാറ്റമാണ് വരുത്താൻ നീ ആഗ്രഹിക്കുന്നത്, അതെനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം മറ്റുള്ളവരെ മാറ്റാനായിട്ട് തിടുക്കം കൂട്ടരുത്. അതിന് വേറൊരു കാരണവും കൂടിയുണ്ട്. നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട കാര്യം, നമുക്കൊരിക്കലും മറ്റൊരു മനുഷ്യനെ മാറ്റാനുള്ള കഴിവില്ല എന്നതാണ്.
അങ്ങനെ മാറ്റാൻ കഴിവുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ എത്രയോ പെട്ടെന്ന് മാറിയന്. ഉപദേശിച്ചത് കൊണ്ടോ വഴക്ക് പറഞ്ഞത് കൊണ്ടോ ഒന്നും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകുകയില്ല. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ മാറ്റം വരുത്താൻ കഴിവുള്ളത് പരിശുദ്ധാത്മാവിന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയാതിരിക്കും എന്ത് ചെയ്യും? നമ്മളെപ്പോഴും മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ഇങ്ങനെ ശരിയാക്കാൻ വേണ്ടിയുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാകും. അത് ആദ്യം നമ്മൾ ഉപേക്ഷിക്കണം. കാരണം നമുക്ക് നമ്മുടെ നല്ല വാക്കുകൾക്ക് ഒന്നും അതിൽ ശക്തിയില്ല. മറിച്ച് പരിശുദ്ധാത്മാവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ കയറി ചെയ്താൽ പരിശുദ്ധാത്മാവ് നിശബ്ദത പാലിക്കും. എന്നാൽ നമ്മൾ നിശബ്ദത പാലിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ സമയത്തിൻ്റെ തികവിൽ പരിശുദ്ധാത്മാവ് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ സമയം കൊടുക്കണം. എടുത്തു ചാടി ആരെയും നമ്മൾ നന്നാക്കാൻ ശ്രമിക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വ്യക്തികളുടെ മാറ്റത്തിന് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ദൈവമാണ്. കാരണം അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ ദൈവം സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിത പങ്കാളിയെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ ദൈവം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നന്മയിലേക്ക് വളരുക എന്നുള്ളത് ദൈവത്തിൻ്റെയും ആഗ്രഹമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ മുകളിൽ കയറി നമ്മൾ പ്രവർത്തിക്കരുത്. കാരണം അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിൽ നിൻ്റെ ജീവിത പങ്കാളിയുണ്ട്, നിൻ്റെ മക്കളുണ്ട്, നിൻ്റെ മാതാപിതാക്കളുണ്ട്, നിൻ്റെ സഹപ്രവർത്തകരുണ്ട്, ഇവരൊക്കെ ഉണ്ട് ആ ലിസ്റ്റിൽ. അപ്പോൾ കർത്താവ് നമ്മളെക്കാൾ നമ്മളുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ രക്ഷയെക്കുറിച്ച് നമ്മളെക്കാൾ കർത്താവിന് കരുതലുണ്ട്, പ്ലാനുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാതെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തരുത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, കാത്തിരുന്നാൽ മതി. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം പ്രവർത്തിക്കുന്ന ആ സമയം വരെയും സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ, സുവിശേഷത്തിൻ്റെ സ്നേഹ സന്ദേശങ്ങൾ നമ്മളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എളുപ്പമായി തീരാൻ വേണ്ടി അതാവശ്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവാവ് പറഞ്ഞ സാക്ഷ്യമാണ്. അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത്? എൻ്റെ അപ്പനെ കൊല്ലാൻ വേണ്ടി ഞാൻ 3 പ്രാവശ്യം കത്തി കൈകളിൽ എടുത്തതാണ്. പക്ഷേ കത്തി കൈകളിൽ എടുത്തപ്പോഴേക്കും എൻ്റെ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. കത്തി അറിയാതെ താഴെ വീണുപോയെന്ന്. വളരെ മ്ലേച്ഛമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവ്. എന്ന് പറഞ്ഞാൽ സ്വന്തം പെൺമക്കൾക്ക് പോലും വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റാത്തത് കൊണ്ട് അമ്മ വീട്ടിൽ അവരെ വളർത്തേണ്ട ഗതികേട് വന്നു. അങ്ങനത്തെ ഒരു അപ്പനാണ്. നാട്ടിൽ മുഴുവനും അപ്പൻ്റെ കഥകൾ കേട്ട് വളർന്ന് തല കുമ്പിട്ടാണ് ഈ ചെറുപ്പക്കാരൻ ജീവിക്കുന്നത്. അത്രയും മ്ലേച്ഛമായ ഒരുപാട് പ്രവൃത്തികൾ ഈ മനുഷ്യൻ ചെയ്തു കൂട്ടിയായിരുന്നു. അമ്മയോട് ഒരുപാട് ക്രൂരത കാണിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം കണ്ട് ഇവൻ പ്രായമായി യൗവനാരംഭത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം ജയിലിൽ പോയാലും വീട്ടിലുള്ളവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാമല്ലോ എന്ന് കരുതി അപ്പനെ കൊല്ലാൻ 3 പ്രാവശ്യം അദ്ദേഹം കത്തി കൈകളിലെടുത്തു. ആ സമയത്ത് അവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ അമ്മയുടെ ചിത്രം കടന്നു വരും. അദ്ദേഹം പറയാണ്, 32 വർഷം ഈ മനുഷ്യൻ്റെ കൂടെ, ഈ മനുഷ്യൻ്റെ മുഴുവൻ ക്രൂരതയും അവിശ്വസ്തതയും സഹിച്ച് ജീവിച്ച അമ്മ. പക്ഷേ എൻ്റെ അമ്മ ഒരിക്കൽ പോലും എൻ്റെ അപ്പനെക്കുറിച്ച് മോശമായ ഒരു കാര്യം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അമ്മ ഒന്നിനും പരാതി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അമ്മയുടെ കൈകളിൽ എപ്പോഴും ഒരു കൊന്തയുണ്ടാകും. അമ്മ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഈ കൊന്ത ഉരുട്ടിക്കൊണ്ടിരിക്കും. ആദ്യം എനിക്ക് അമ്മയുടെ കൊന്തയോട് പുച്ഛമായിരുന്നു. ഒരു ദൈവമുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തോട് വെറുപ്പാണ് തോന്നിയിരുന്നത്. എന്നാൽ ഞാൻ എൻ്റെ അമ്മയെ വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ദൈവമുണ്ടെന്ന്. കാരണം ഇത്രയേറെ ക്രൂരതകൾ സഹിച്ചിട്ടും എൻ്റെ അമ്മയുടെ മുഖത്ത്
എപ്പോഴും പ്രത്യാശയുണ്ടായിരുന്നു. എൻ്റെ അമ്മയെ നിരാശയിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അമ്മ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കൊന്തയ്ക്ക് ശക്തിയുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഇത്രമാത്രം ക്രൂരതകൾ സഹിച്ചിട്ടും അമ്മയ്ക്ക് നിരാശപ്പെടാതെ ജീവിക്കാൻ സാധിക്കും? അതുപോലെ അമ്മ ജീവിതത്തിൽ ഒരു സന്തോഷവും കിട്ടാതെയാണ് ജീവിക്കുന്നതെങ്കിലും അമ്മയുടെ മുഖത്ത് എപ്പോഴും സന്തോഷമാണ്. അത് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായി, അമ്മ ഈ ലോകത്തിനും അപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗമുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ അമ്മയുടെ നിരാശയില്ലാത്ത മുഖം, എൻ്റെ അമ്മയുടെ അപ്പനോടുള്ള പ്രതികരണം, ഇത് എന്നെ ചിന്തിപ്പിച്ചു. ഒരു ദൈവം ഇല്ലായെങ്കിൽ ഒരമ്മയ്ക്കും ഒരു ഭാര്യയ്ക്കും ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടൊരു ദൈവമുണ്ട്, അതുകൊണ്ട് എൻ്റെ അമ്മയുടെ ദൈവത്തെ എനിക്ക് കണ്ടെത്തണം. ഈ ആഗ്രഹത്തിൽ അപ്പനെ കൊല്ലാൻ നടന്നവൻ ദൈവത്തെ അറിയാൻ വേണ്ടി അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പിൽക്കാലത്ത് ജീസസ് യൂത്ത് പ്രസ്ഥാനത്തിൻ്റെ ലീഡേഴ്സിൽ ഒരാളായി മാറി, സുവിശേഷ പ്രഘോഷകനായിട്ട് മാറി. ഈ മകനോട് ധ്യാനം കൂടാൻ, മനസാന്തരപ്പെടാൻ, അപ്പനെ കൊല്ലരുത് എന്നൊന്നും അമ്മ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷേ അമ്മയുടെ ജീവിതത്തിലൂടെ പ്രസരിച്ച സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ ആ മകൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾ ഈ നാളുകളിൽ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. സമയമാകുമ്പോൾ ദൈവം ഇടപെടാനായിട്ട് തുടങ്ങും. അങ്ങനെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ട് നമ്മൾ മാറണം. സുവിശേഷത്തിൻ്റെ പ്രഘോഷകരായിട്ട് അങ്ങനെ മാറാനായിട്ട് ദൈവം നമുക്ക് ഒരു വർഷം കൂടി തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷം പോലെ ആകരുത്. എങ്ങനെയെങ്കിലും ജീവിച്ച് നമ്മൾ അവസാനിപ്പിക്കരുത്. ഈ വർഷം നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മളിലൂടെ മാറ്റങ്ങൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ സൃഷ്ടിക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായ വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം.